ഈ റോഡ് മൊത്തം തരിപ്പണം ഒരു 14-15 കിലോമീറ്റർ ഉണ്ട്, മൊത്തം നശിച്ച് തകർന്ന് കിടക്കുക. പക്ഷേ ഇതിലെ ഈ അച്ചൻകോവ് ഈ ശബരിമലയ്ക്ക് പോകാനെ കൊണ്ട് ഒരുപാട് ജനങ്ങൾ സ്വാമിമാർ ഇതുവഴിയാണ് നടന്നു വരുന്നത്. അലിമുക്ക് വഴിയൊക്കെ ഒരുപാട് ദൂരെ കൊണ്ട് ഇതുവഴി ഒരുപാട് എളുപ്പമാണ്. എല്ലാം ഇതുവഴി നല്ല വെള്ളവും ഒക്കെ സൗകര്യവും അനുസരിച്ച് കുടിച്ച് വറക്കി വരാനൊക്കെ സൗകര്യമുണ്ട്. പക്ഷേ റോഡെല്ലാം തകർന്ന് കിടക്കുന്ന കാരണം വണ്ടികളൊന്നും വരത്തില്ല. സ്വാമിമാരും തന്നെ വരുന്ന വലിയ പാടുപെട്ടാണ് വരുന്നത്. മൊത്തം കാലിൻ്റെ വെള്ളയെല്ലാം മൊത്തം എല്ലാം ഒരു റോഡിന് നടുക്ക് മൊത്തം വാഴ വെച്ച് പിടിപ്പിക്കുക. അതുപോലെ സംവിധാനത്തിൽ കിടക്കുക. 14 കിലോമീറ്റർ ശരിയായി കിട്ടിയാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും, ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും, ഇവിടുത്തെ ജനങ്ങൾക്കും അച്ചൻകോവ് ഇവിടുന്ന് ആണെങ്കിൽ ഒരുപാട് ജനങ്ങൾ അച്ചൻകോവ് വരെ പോകുന്നുണ്ട്. അത് ഒരുപാട് ദൂരെ കൂടുതലാണ്. ഒരുപാട് ദൂരെ കൂടുതൽ ചെക്ക് പോസ്റ്റിലും കണ്ടു. ഇത് ഒരുപാട് എളുപ്പമാണ്, നല്ല സൗകര്യങ്ങളാണ് ഇത്. എല്ലാ ദിവസവും ഇവിടുന്ന് ഈ വനമേഖല ഉള്ളതുകൊണ്ട് എല്ലാ ജനങ്ങളും ഇവിടുന്ന് അച്ചൻകോവ് പോകുന്നുണ്ട്. പക്ഷേ ഇതാണ് ബുദ്ധിമുട്ട്. പിന്നെ അതുപോലെ ഇവിടുന്ന് നമ്മുടെ ചെക്ക് പോസ്റ്റ്, ഇവിടുന്ന് ആ ചെക്ക് പോസ്റ്റ് വരെ റോഡിൻ്റെ 2 സൈഡും ഒരടി താഴ്ചയുള്ള കുഴികളാണ്. അതും സർക്കാർ